നിങ്ങളെപ്പോഴെങ്കിലേ ഇതുപോലെ ഉള്ളി മൂപ്പിച്ചിട്ട് ചോറ് കഴിച്ചിട്ടുണ്ടോ? അടിപൊളിയാണ് കേട്ടോ. പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നും ഇല്ലാത്ത ഒരു സിമ്പിളായിട്ടുള്ള റൈസാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യണമെന്ന്. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യൊന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കണം. ഒരു 10 to 15 എണ്ണം വരെ നമ്മളിതുപോലെ കനം കുറച്ച് വട്ടത്തിലരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കൊരു 2 അല്ലി വെളുത്തുള്ളി ഒന്നിച്ച് ചതച്ച് ചേർക്കണം കേട്ടോ. വെളുത്തുള്ളിയുടെ ഫ്ലേവർ താല്പര്യമുള്ളവർ മാത്രം ചേർത്താൽ മതി, താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഞാനിപ്പോൾ എന്തായാലും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്ന സമയത്ത് രണ്ടേ രണ്ടെണ്ണം മാത്രം ഒന്ന് ചതച്ച് ഒന്ന് ചേർക്കുക. എന്നിട്ട് അതും കൂടിയിട്ട് കുഞ്ഞുള്ളിയുടെ കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ എരിവിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരു ഉപ്പ് രുചിയും ഉള്ളിയുടെ ഫ്ലേവറും മാത്രം ഉണ്ടായാൽ മതി നമ്മുടെ ഈ റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ചോറിൽ ഉപ്പിട്ടിട്ടാണ് വേവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കണമ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നത്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി ആ മഞ്ഞൾപ്പൊടിയുടെ പച്ച കുത്തൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കുറച്ചധികം തന്നെ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നെയ്യിൽ തയ്യാറാക്കി. ഇനി നിങ്ങൾക്ക് നെയ്യിൻ്റെ ഫ്ലേവർ താല്പര്യമില്ല എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിൽ ചെയ്തോട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നെയ്യിലൊക്കെ ആകുമ്പോൾ നമ്മുടെ കുഞ്ഞുള്ളി നെയ്യിൽ മൂത്ത് വരണ സമയത്ത് ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ഇട്ടോളോ. ഇനി നമ്മൾ റൈസ് ചേർക്കുന്നുണ്ട്, വേവിച്ച ചോറ് 1.5 കപ്പ് അളവിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ധാരാളം തന്നെ മതി. 10-15 ചുമന്നുള്ളിയും 1.5 കപ്പ് ചോറിന് നന്നായി തന്നെ ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ റൈസും കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് നോക്കുക, ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യിൽ മൂപ്പിച്ചിട്ടുള്ള കുഞ്ഞുള്ളി ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത്രയുള്ള പരിപാടി. ഇനി നിങ്ങൾക്ക് വേണം എന്ന് വെച്ചാൽ മാത്രം അച്ചാർ കൂടെ വെച്ചിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് തന്നെ കഴിക്കാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ റൈസാണ് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയുക. ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ റെസിപ്പീസായിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ, താങ്ക് യു.